ദില്ലിയിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്താൻ ബി.ജെ.പി ശ്രമിക്കുന്നതായി ആം ആദ്മി പാർട്ടി. വിശ്വസനീയ കേന്ദ്രങ്ങളിൽ നിന്ന് വിവരം ലഭിച്ചതായി മന്ത്രി അതിഷി മർലേന വെളിപ്പെടുത്തി. ഭരണപ്രതിസന്ധി മുതലാക്കാൻ ബി.ജെ.പിയും ചർച്ചകൾ സജീവമാക്കി. അരവിന്ദ് കെജ്രിവാളിനെ ജയിലിലാക്കിയതിനു പിന്നാലെ ബി.ജെ.പിയും കേന്ദ്ര സർക്കാരും ദില്ലിയിൽ രാഷ്ട്രപതി ഭരണം കൊണ്ടുവരാൻ ശ്രമിക്കുന്നതായി ആം ആദ്മി പാർട്ടി. ഏതാനും ദിവസങ്ങൾക്കകം അത് നടപ്പാക്കാനാണ് നീക്കം. ലഫ്റ്റനന്റ് ഗവർണർ ഒരു കാരണവും ഇല്ലാതെ നിരന്തരം കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കത്തുകൾ അയക്കുകയാണ്. ഒഴിഞ്ഞുകിടക്കുന്ന തസ്തികകളിൽ IAS ഉദ്യോഗസ്ഥരുടെ നിയമനങ്ങൾ കേന്ദ്രം നടത്തുന്നില്ല. ഇതെല്ലാം രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുന്നതിന് മുന്നോടിയുള്ള നീക്കമാണെന്ന് AP മന്ത്രി അതിഷി മർലേന ആരോപിച്ചു. दिल्ली में राष्ट्रपति शासन लगाने वाली है। इसके कई संकेत पिछले कुछ दिनों से दिख रहे हैं। हम पिछले कई दिनों से देख रहे हैं कि दिल्ली में किसी भी अफसर की पोस्टिंग नहीं हो रही है, कि दिल्ली की चुनी हुई सरकार, दिल्ली की चुनी हुई लोकप्रिय सरकार अरविंद केजरीवाल की सरकार को गिराया जाए. രാജ്കുമാർ ആനന്ദ് മന്ത്രിസ്ഥാനം രാജിവെച്ചത് ഗവർണറെ അറിയിക്കാനോ രാജ്കുമാർ ആനന്ദിന്റെ വകുപ്പുകൾ മറ്റു മന്ത്രിമാർക്ക് വീതം വെച്ച് കൊടുക്കാനോ അരവിന്ദ് കെജ്രിവാളിന് സാധിച്ചിട്ടില്ല. രാജ്കുമാർ ആനന്ദിന് രാജിക്കത്ത് ലഭിച്ചിട്ടില്ല എന്ന് സ്പീക്കറുടെ ഓഫീസ് അറിയിച്ചു. ഭരണപ്രതിസന്ധി മുൻനിർത്തി ദില്ലിയിൽ രാഷ്ട്രപതി ഭരണം എന്ന ആവശ്യം ശക്തമാക്കാനാണ് ബി.ജെ.പി തീരുമാനം. മറ്റ് പാർട്ടികളിലേക്ക് ഇല്ല എന്ന് വ്യക്തമാക്കിയാണ് രാജ്കുമാർ ആനന്ദ് മന്ത്രിസ്ഥാനം രാജിവെച്ചത് എങ്കിലും ഉടൻ ബി.ജെ.പി അംഗത്വം സ്വീകരിക്കും എന്നാണ് പുറത്തുവരുന്ന സൂചനകൾ. റിപ്പോർട്ടർ, ദില്ലി.